ഞാനൊരു ദിവസം ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. ഉം, യേശുക്രിസ്തുവിനെ ക്രൂശിൽ തറച്ചു. അതിനുശേഷം ക്രൂശിൽ തറയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിന് മുന്നേ അത്രയും അടിയേറ്റ് ശരീരവും മുഖവും എല്ലാം മുറിഞ്ഞ്, എല്ലാം അത്രയും അടിയുണ്ട്, അത്രയും ശരീരം ചതഞ്ഞ് മുറിഞ്ഞ് അത് ക്രൂശിൽ തറയ്ക്കപ്പെട്ട് വിലാവിലെ കുന്തം കൊണ്ട് കുത്തേറ്റു. ഇതെല്ലാം കഴിഞ്ഞ് കർത്താവിനെ കബറടക്കി മൂന്നാമത്തെ ദിവസം ഉയർത്തെഴുന്നേൽക്കുന്നത്. അപ്പോ ഒരു ദിവസം ഞാനിങ്ങനെ ഇരുന്നപ്പോ ആലോചിച്ചു, എന്തുകൊണ്ടായിരിക്കും ഈ മൂന്നാമത്തെ ദിവസം ഉയർത്തെഴുന്നേറ്റപ്പോ ശരീരം അഴുകിയിട്ടില്ല, അതുപോലെ ഈ മുറിവുകളുടെ പാടുകളെ പറ്റിയൊന്നും പിന്നെ സംസാരിച്ചിട്ടില്ല. ആകെ ഈ വിലാപ്പുറം പറഞ്ഞിട്ടുണ്ട്, പിന്നെ കയ്യിലെയും കാലിലെയും വ്യാണി തറച്ച പാടുകൾ, ഇതാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. എന്റെ വിലാവിൽ ഒന്ന് കൈയിടാൻ പറഞ്ഞു. ഈ ശരീരം തുളച്ച വലിയ മുറിവുകളല്ലാതെ ബാക്കി മുറിവുകളോ അല്ലെങ്കിൽ 3 ദിവസം കഴിഞ്ഞുള്ള ശരിക്കും ഞാനത് കർത്താവിന് സംശയിച്ചതല്ല, പക്ഷെ മാനുഷികമായ ഒരു സംശയം പോലെ അത് വന്നു, അതങ്ങനെ കടന്നുപോയി. പിറ്റേ ദിവസം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോസ് കാണുമ്പോൾ ഇബ്രാൻ എന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നൊരു വീഡിയോ എന്നാണ് പറയുന്നത്, ലാസറിനെ ഉയർപ്പിച്ച വീഡിയോയാ. അതിലെന്നാ പറയണേ, ലാസറിന്റെ ഖബറിലേക്ക് പോവാൻ പറയുമ്പോൾ അവരെല്ലാം പറഞ്ഞു, കർത്താവെ മരിച്ച് 4 ദിവസം കഴിഞ്ഞു, ഇപ്പൊ അഴുകി തുടങ്ങിയിട്ടുണ്ടാവുമെന്ന പറയണേ. ഇപ്പൊ പറയാണ്, ഓ കർത്താവെ, കർത്താവ് പറയാണ് ലാസർ ഉറങ്ങുകയാണ്, മരിച്ചിട്ടില്ല. എന്നിട്ട് വരുമ്പോ എന്നാ ഒരു കുഴപ്പമില്ല, ഒരു സാധാരണ മനുഷ്യനായിട്ടല്ലേ. അതാണ്. അപ്പൊ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി, സങ്കടവും തോന്നി. എന്റെ മനസ്സിൽ എന്റെ കർത്താവിനെ കുറിച്ച് തോന്നിയ ഒരു സംശയത്തിന് കർത്താവ് തന്നെ ഉത്തരം നൽകിയെന്ന് തോന്നി.